ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ 19 മെസ്സി സ്പെയിനെ നേരിടുമ്പോൾ അത് അയാൾക്കിത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികവും ഹൃദയസ്പർശിയുമായ ഒന്നായിരിക്കും. അയാളുടെ കരിയറിന്റെ അവസാനങ്ങളിൽ തന്റെ ഫുട്ബോൾ ജീവിതം രൂപപ്പെടുത്തിയ സ്പെയിനിനെതിരെ ഒരു ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ നയിക്കുക എന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികവും നാടകീയവുമായ നിമിഷമായിരിക്കും. അതാ കാരണം സ്പെയിൻ അയാൾക്ക് ജീവിതം നൽകിയ നാടാണ്. മധ്യ അർജന്റീനയിലെ റൊസാരിയോ പട്ടണത്തിൽ നിന്ന് ഒരു കുഞ്ഞു പയ്യൻ താണ്ടിയ സ്വപ്നങ്ങളുടെ ദൂരമായിരുന്നത്. തന്റെ 13-ാം വയസ്സിൽ ഹോർമോൺ ചികിത്സക്കായി സ്പെയിനിലേക്ക് കുടിയേറിയതാണ് മെസ്സി. സ്പെയിൻ എന്ന രാജ്യം തന്ന അഭയവും ലാമാസി അക്കാദമിയും ബാഴ്സലോണയും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മെസ്സി ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ വേദിയിൽ സ്പെയിനിനെതിരെ കളിക്കേണ്ടി വരുന്നത് മെസ്സിക്ക് വ്യക്തിപരമായി കരിയറിലെ ഏറ്റവും വലിയ വൈകാരിക നിമിഷങ്ങളിൽ ഒന്നായിരിക്കും. ഇപ്പോൾ സ്പെയിൻ ടീമിന്റെ പ്രധാന കരുത്ത് ലമീൻ യമാലിനെ പോലെയുള്ള ബാഴ്സലോണയുടെ പുതുതലമുറയാണ്. മെസ്സിയെ ആരാധിച്ചു വളർന്ന മെസ്സിയുടെ അതേ പാതയിലൂടെ ലാമാസിയയിൽ വളർന്നു വന്ന കുട്ടികളാണ് അവർ. മെസ്സി എന്ന സിംഹാസനത്തിലേക്ക് അടുത്ത അവകാശിയായി ലോകം കാണുന്ന യമാലുമായി ലോകകപ്പ് ഫൈനലിൽ മെസ്സി നേർക്കുനേർ വരുന്നത് ഒരു ചരിത്ര നിയോഗം കൂടിയാവണം. കുട്ടിക്കാലത്ത് സ്പെയിൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ മെസ്സിക്ക് ഒഫീഷ്യൽ ഓഫർ ലഭിച്ചിരുന്നു. അന്ന് മെസ്സി അത് നിരസിച്ച് അർജന്റീനയെ തിരഞ്ഞെടുത്തു. വർഷങ്ങൾക്ക് ശേഷം തന്റെ കരിയറിന്റെ അവസാന നാളുകളിൽ അതേ സ്പെയിനിനെതിരെ ഒരു ലോകകപ്പ് ഫൈനലിൽ കളിക്കുമ്പോൾ അയാളുടെ ഓർമ്മകൾ അലകടലായി മാറുമെന്ന ഉറപ്പ് തന്നെയാണ്. എങ്കിലും കളിക്കളത്തിൽ ഫുട്ബോൾ ദൈവങ്ങൾ അങ്ങനെ ഒരു ഫൈനൽ എഴുതി ചേർത്താൽ കളി തുടങ്ങുന്ന വിസിൽ മുഴങ്ങുന്നത് വരെ മാത്രം ആ വികാരങ്ങൾക്ക് സ്ഥാനമുണ്ടാകൂ. കളം നിറഞ്ഞാൽ മെസ്സി തന്റെ രാജ്യത്തിന് വേണ്ടി 100% പോരാടും. എങ്കിലും മത്സരം കഴിഞ്ഞ് കിരീടമാറി നേടിയാലും സ്പെയിൻ കളിക്കാരെ മെസ്സി ചേർത്ത് പിടിക്കുന്ന കാഴ്ച ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാവ്യനീതിയായി മാറുമെന്നുറപ്പാണ്.